തോളിൽ വഹിച്ച് വിക്ഷേപിക്കാനാകുന്ന മിസൈൽ സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് രാജ്യത്തെ പ്രതിരോധ നിർമ്മാതാക്കളായ SSS ഡിഫൻസ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോള പ്രതിരോധ രംഗത്തെ തന്നെ അപൂർവമായൊരു നേട്ടം സാധ്യമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തെ പ്രതിരോധ നിർമ്മാതാക്കളിൽ പ്രധാനിയായ SSS ഡിഫൻസ് ആണ് അത്തരമൊരു നേട്ടം സാധ്യമാക്കിയിരിക്കുന്നത്. ഈ കമ്പനിയുടെ തന്നെ വരാഹ കൗണ്ടർ UAV സംവിധാനത്തിന്റെ ഭാഗമായി ഭാരം കുറഞ്ഞ തോളിൽ വഹിച്ച് വിക്ഷേപിക്കാവുന്ന പുതിയ ഗൈഡഡ് മിസൈൽ ആശയമാണ് ഇവർ വികസിപ്പിക്കാനൊരുങ്ങുന്നത്. ചെറു ഡ്രോണുകളും FPV ഡ്രോണുകളും ഉൾപ്പെടെയുള്ള താഴ്ന്ന ഉയരത്തിലൂടെ പോകുന്ന ആളില്ല വ്യോമ ഭീഷണികളെ അതിവേഗം നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ആയുധ സംവിധാനം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഇത്തരമൊരു പുതു ആശയം കമ്പനി വികസിപ്പിക്കുന്നത്. ഇതിലൂടെ ചെറിയ ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ നിന്ന് ഗൈഡഡ് എയർ ഡിഫൻസ് മേഖലയിലേക്കും SSS ഡിഫൻസ് കമ്പനി ചുവടുവെച്ചിരിക്കുകയാണ്. ഈ കമ്പനി പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന മിസൈൽ സംവിധാനം മാൻപാഡ് അഥവാ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരമ്പരാഗതമായി തോളിൽ നിന്ന് വിക്ഷേപിക്കുന്ന വ്യോമ പ്രതിരോധ മിസൈലുകൾ ഹെലികോപ്റ്ററുകളെയും യുദ്ധവിമാനങ്ങളെയുമാണ് ലക്ഷ്യമിടുന്നത്. അതിനു പകരം വാണിജ്യ ക്വാഡ്കോപ്റ്ററുകൾ, FPV ഡ്രോണുകൾ, തന്ത്രപ്രധാനമായ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ കുറഞ്ഞ വേഗതയിലും താഴ്ന്ന ഉയരത്തിലും പ്രവർത്തിക്കുന്ന വ്യോമ ഭീഷണികളെ നേരിടുന്നതിനായാണ് മാൻപാഡ് ആശയാടിസ്ഥാനത്തിൽ SSS ഡിഫൻസ് തങ്ങളുടെ പുതിയ ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. കമ്പനി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വികസിപ്പിക്കാൻ പോകുന്ന ഭാരം കുറഞ്ഞ മിസൈലിന് 0.6 മീറ്റർ നീളവും 76.2 മില്ലിമീറ്റർ വ്യാസവും മാത്രമാണുള്ളത്. ആകെ ഭാരം 1.5 മുതൽ 1.8 കിലോഗ്രാം വരെയാണ്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് മിസൈലുകളെ അപേക്ഷിച്ച് വളരെ ഭാരം കുറഞ്ഞതും സൈനികർക്ക് എളുപ്പത്തിൽ വഹിക്കാൻ കഴിയുന്നതുമായ സംവിധാനമാണിത്. ഈ മിസൈലിന് ശക്തി നൽകുന്നത് സിംഗിൾ സ്റ്റേജ് സോളിഡ് റോക്കറ്റ് മോട്ടോറാണ്. അതിവേഗത്തിൽ ദിശമാറ്റങ്ങൾ നടത്താനും ലക്ഷ്യത്തെ കൃത്യമായി പിന്തുടരുന്നതിനുമായി കനാഡ് നിയന്ത്രിത എയർഫ്രെയിമാണ് ഇതിൽ ഉപയോഗിക്കുക. മണിക്കൂറിൽ 250 മുതൽ 280 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ മിസൈലിനാകുമെന്ന് SSS ഡിഫൻസ് അവകാശപ്പെടുന്നു. 150 മുതൽ 250 മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളെ ലക്ഷ്യമിടാനും ഇതിനാകും. നിലവിൽ യുദ്ധഭൂമിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ചെറുതും ഇടത്തരം വലിപ്പമുള്ളതുമായ ഭൂരിഭാഗം ഡ്രോണുകളുടെയും പ്രവർത്തന ഉയരം ഈ പരിധിക്കുള്ളിലാണ്. വരാഹ കൗണ്ടർ ഡ്രോൺ സംവിധാനത്തിന്റെ ഭാഗമായി പുതിയ മിസൈൽ ഒരു ബഹുതല പ്രതിരോധ ശൃംഖലയുടെ നിർണായക ഘടകമായിരിക്കും. ആദ്യം പാസീവ് അക്കോസിസ്റ്റ് സെൻസറുകൾ ഉപയോഗിച്ച് ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും തുടർന്ന് തെർമൽ ഇമേജിംഗ് വഴി ലക്ഷ്യം സ്ഥിരീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ഡ്രോണിന്റെ ദൂരം, വേഗത, ഭീഷണിയുടെ തോത് എന്നിവ വിലയിരുത്തി ഏറ്റവും അനുയോജ്യമായ പ്രതിരോധ മാർഗം സ്വയം തിരഞ്ഞെടുക്കും. ഇതിനായി റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷൻ, ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ, ഹണ്ടർ ഡ്രോണുകൾ അല്ലെങ്കിൽ പുതുതായി വികസിപ്പിക്കുന്ന ഭാരം കുറഞ്ഞ മിസൈൽ എന്നിവയിൽ അനുയോജ്യമായ ആയുധം സ്വയമേവ വിന്യസിക്കാൻ വരാഹ കൗണ്ടർ ഡ്രോൺ സംവിധാനത്തിനാകും. സമീപ ദൂരത്തിൽ വരുന്ന ചെറിയ ഡ്രോണുകളെ മെഷീൻ ഗണ്ണിന്റെ സഹായത്താലോ ഇന്റർസെപ്റ്റർ ഡ്രോണുകളിലൂടെയോ തകർക്കാനാകുമ്പോൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതോ അല്പം ദൂരെയുള്ളതോ ആയ ലക്ഷ്യങ്ങൾക്കെതിരെ പുതിയ മിസൈൽ പ്രയോഗിക്കാൻ സാധിക്കും. ഈ ബഹുതല സമീപനം ഓരോ ലക്ഷ്യത്തിനും ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ആയുധം ഉപയോഗിക്കുന്നതിന് വഴിയൊരുക്കുന്നു. പരമ്പരാഗത ഷോറാഡ് വ്യോമ പ്രതിരോധ മിസൈലുകൾ കുറഞ്ഞ വിലയുള്ള വാണിജ്യ ഡ്രോണുകളെ തകർക്കാൻ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായി പ്രായോഗികമല്ലെന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുറഞ്ഞ ചെലവിലുള്ള പ്രത്യേക കൗണ്ടർ ഡ്രോൺ മിസൈലുകളുടെ വികസനത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതേസമയം പുതിയ മിസൈലിന്റെ ഗൈഡഡ് സംവിധാനം, സീക്കർ സാങ്കേതിക വിദ്യ, പരമാവധി ആക്രമണ ദൂരം, വികസന സമയക്രമം തുടങ്ങിയ നിർണായക വിവരങ്ങൾ SSS ഡിഫൻസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പൂർണ്ണമായും വികസിപ്പിച്ച് സേവനത്തിന് സജ്ജമായി കഴിഞ്ഞാൽ ഇന്ത്യൻ സായുധ സേന, ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ, വിമാനത്താവളങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, എണ്ണ ശേഖരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയ്ക്കായി നിലവിൽ ഉപയോഗിക്കുന്ന കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾക്ക് ഈ ഭാരം കുറഞ്ഞ മിസൈൽ ശക്തമായ പകരക്കാരനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.